ആര്യൻ ജിസേലിന്റെ ഒരു ഇഷ്യൂ ആണ്. ആര്യൻ ജിസേലിന്റെ ഇഷ്യൂ അവിടെ തീർന്നു. അതായത് ആര്യൻ ജിസേലിന്റെ വീട്ടുകാർ വന്നതിന് ശേഷം ആര്യൻ ജിസേൽ ഒരുമിച്ചല്ല കിടക്കുന്നത്. ഞാൻ ചോദിക്കുന്ന എന്നോ തീർന്ന ഇഷ്യൂ ആണ്. ലാലേട്ടൻ കേറി സംസാരിച്ച് തീർത്തൊരു ഇഷ്യൂ വീണ്ടും തിരിച്ചും എന്തിനാ എടുത്തോണ്ട് വരുന്നത്? ഇത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അല്ല, ലൈക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടൊരു സംഭവം വീണ്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എടുത്തോണ്ട് വരുന്നത് എന്തിനായിരുന്നു? ഡിസ്കസ് ചെയ്യണല്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോ ഈ ആര്യൻ ജിസേലിന്റെ പണിക്കാരനായി മാറി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അല്ല, അവര് പണിയെടുക്കാതിരിക്കെ ആര്യൻ വീക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ജിസേൽ സ്മാർട്ട് ആയതുകൊണ്ട് എന്തോ ആവാലോ, ഓർ അത് അവരുടെ ഗെയിം ആവാം. അങ്ങനെ പറയരുത്. വീണ്ടും ഈ കിടക്ക വിഷയവും പുതപ്പ് വിഷയവും ഡിസ്കസ് ചെയ്യപ്പെടുക, അതിനെപ്പറ്റി വീണ്ടും നിങ്ങളിരുന്ന് ഗോസിപ്പ് പറയാതാണ്. എന്തിനാണ് ഇരുന്നത്? വിട്ട സാധനം, അവരുടെ ലൈഫിൽ നടക്കുന്ന സാധനം, അവർ ചെയ്യുന്ന കാര്യം, അവരെന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, കിടക്കാതിരിക്കും പെണ്ണുമാർ. നമ്മളെന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഒനിലിനെ സംബന്ധിച്ചോളം ഭയങ്കര ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ഭക്ഷണം എടുത്തതിന് തല്ല്, അടുക്കളയെ സംബന്ധിച്ചിട്ടുള്ള തല്ലുകൾ. അതുണ്ടാക്കി ഇതുണ്ടാക്കി താങ്ങിയതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് വീക്ക് ഈ കിച്ചൺ മര്യാദയ്ക്ക് പോയപ്പോ നിങ്ങൾ എന്നെ നോട്ടീസ് ചെയ്തില്ല, വിസിബിൾ ആയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വഴക്കുണ്ടാക്കിയാലേ നോട്ടീസ് ചെയ്യുള്ളൂ. കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. പുലിവാലായല്ലോ, കൂടുതൽ പുലിവാല. ഈ ഗെയിമിന്റെ ഫോർമാറ്റ് എന്ത് വഴക്കുണ്ടാക്കിയിട്ടാ നമ്മളൊക്കെ നിവിനെ നോട്ടീസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നെവിന്റെ വഴക്കുകളൊന്നും അങ്ങനെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നെവിൻ ഒരു എന്റർടൈനർ മാത്രമല്ല, നെവിൻ എല്ലായിടത്തും കയറി വരുന്നത്. ഇപ്പൊ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും നെവിൻ വന്നിട്ട് ഇടക്ക് വന്നിരുന്നിട്ട് എന്റെ ചോദ്യം ഇതല്ലായിരുന്നു. പിന്നെ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, നെവിൻ വോണബി ആണോ അല്ലയോ? എല്ലാരും കണ്ടിട്ട് തരുന്നു, നെവിനും കണ്ടിട്ട് തരുന്നു. നെവിൻ വഴക്കല്ല കണ്ടു. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ.